അങ്ങനെ വൈൻ ഫോറസ്റ്റിനോട് ടാറ്റ പറയാ. ഈ ചെരുപ്പ് പിടിക്കുകയാണ്. നടക്കുമ്പോളെ എന്താ വെച്ചാൽ സിൽപ്പായി വിൽക്കുന്നു ഗൈസ്. എവിടെ തങ്ങാ വീണാൽ പുഴയെന്നെണീച്ച് രാവിലെ താഴെ കണ്ടോ പുഴയെന്നെണീച്ച് വരുന്നത് മാത്രമല്ല, നമ്മുടെ സലീം കുമാർ ഒരു സിനിമയിലില്ലേ ശുണ്ടിക്ക് കൊട്ട വെക്കുന്നത് ആ ഒരവസ്ഥയായിരിക്കും ഗൈസ്. ഞാനൊന്ന് സിൽപ്പായി വീണ് വിൽക്കാൻ പോയിട്ടുണ്ട്. മുഴുവനും ഓനെടുത്തില്ല, അതുകൊണ്ട് വിൽക്കാൻ പോയത് ചെയ്തിട്ടുണ്ട്. കൂട്ടത്തിൽ വെക്കാൻ വീണില്ല കേട്ടാ. നിങ്ങൾക്ക് ചിരിക്കാനുള്ളൊരു അവസരം ഞാൻ തന്നില്ല. എന്നെ സ്റ്റുഡിയോ പറ്റിച്ചതാ. പൊന്നൊരു ഗൈസ്, ഈ ചെരുപ്പ് ആരും എടുക്കരുത് കേട്ടോ, ഇടാൻ പറ്റുന്നില്ല. എൻ്റെ മോനോട് വേറെ ചെരുപ്പ് എടുത്ത് വെക്കാൻ പറഞ്ഞിട്ട് അവനോടത് മറന്നും പോയി. എന്തോരം മനുഷ്യന്മാരാ. ഞാനൊരു കാര്യം പറയട്ടെ, ഊട്ടിയിൽ ഫുള്ള് മലയാളികളാ ഗൈസ്. എല്ലാം കേലിൻ്റെ വണ്ടി. തമിഴ്നാട് പരിചയപ്പെടുന്ന പോലൊക്കെ മലയാളികൾ, ആരും തമിഴന്മാരില്ല, എല്ലാം മലയാളീസ്. അപ്പോൾ ഇവിടെ നിന്ന് നല്ല യാത്രയാവട്ടെ. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകണം. അവളുടെ പപ്പ മരിച്ചിട്ട് പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പോകണം. മോളെ ഓർണമെൻറ്റ്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യേ. എവിടെ ടൂറ് പോകുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം കളഞ്ഞിട്ട് ഞാൻ ഓളോ വരാറുണ്ട്. കഴിഞ്ഞ ഊട്ടിക്ക് പോകുന്ന സമയത്ത് എൻ്റെ ഒരു കമ്മൽ, വയനാട്ടിൽ പോയപ്പോൾ ഓള കമ്മൽ, പിന്നീട് വയനാട്ടിൽ പോയപ്പോൾ പിന്നെ എൻ്റെ കമ്മൽ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതിന് മാത്രമൊക്കെ കമ്മൽ എനിക്കുണ്ടോയെന്ന്. ഉണ്ട് ഗൈസ്, ഉണ്ടായിരുന്നു ഗൈസ്. വണ്ടി കയറിയിട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഇറങ്ങാൻ സുഖം, കയറാനാണ് മക്കളെ ബുദ്ധിമുട്ട്. പിന്നെ ഒരിറക്കത്തിനൊരു കയറ്റമുണ്ട് എന്ന് പറയാറില്ലേ, ആ കയറ്റമാണ് ഗൈസ് ഞാൻ കയറിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ കർത്താവേ, ഇത് കൂടെ വയ്യ. ഇനി ചെരുപ്പിട്ടെ. അതാ കല്ലിട്ട സ്ഥലം വന്നിട്ടുണ്ട്. ഓക്കെ, അവൻ വണ്ടി എടുക്കാൻ പോയിക്കേ. പോട്ടെ ഗൈസ്.